എടുപ്പിച്ച സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൂരത്തും ചാരത്തും ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളോടും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുനലൂരിന്റെ പ്രദേശത്ത് നിന്ന് ഈ ദേശത്ത് പത്തനംതിട്ടയിൽ വന്ന് ഈ ദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ശുശ്രൂഷിക്കുവാൻ, അതോടൊപ്പം ഞങ്ങളുടെ അടിയന്റെ അനുഭവ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇന്നൊരുക്കപ്പെട്ട ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാത്യൂസ് എന്നാണ്. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. ഈ ദേശത്ത് ഞങ്ങൾ മുൻപ് പരസ്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും ഈ ദേശത്ത് ദൈവം ഞങ്ങളെ കൂട്ടിവരുത്തിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയരെ, തിരുവചനം ഇപ്രകാരം പറയുന്നു: ആകാശത്തിൻ മീതെയും ഭൂമിക്ക് കീഴേ കർത്താവിന്റെ നാമമല്ലാതെ രക്ഷിക്കപ്പെടുവാൻ മനുഷ്യർക്ക് നൽകപ്പെട്ട വേറൊരു നാമമല്ലെന്ന് തിരുവചനം നമ്മളോട് അറിയിക്കുന്നു. ഇന്ന് ഒരിക്കലും ഈ വചനം അറിയിക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിത്വങ്ങളായിരുന്നു ഞങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ നിയോഗപ്രകാരം ദൈവം പല സുവിശേഷ സന്ദേശങ്ങളിലൂടെ ഞങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. ഞാൻ എന്റെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് രോഗത്താൽ ബാധിതനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ദൈവത്തെ അറിയാത്ത വ്യക്തികളുടെ ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു. അന്ന് ഇതുപോലെ പലരും എന്നോട് സുവിശേഷം പങ്കുവയ്ക്കുവാനിടയായി. പക്ഷെ അന്ന് ഞാൻ ഈ സുവിശേഷത്തോട് മുഖം ധരിച്ചു. പക്ഷെ എന്നാലും ദൈവത്തിന്റെ കരുണ എന്നോണം ദൈവം പിന്നെയും ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുവാനിടയായി. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ പ്രതിസന്ധി ഒരു രോഗമായിരുന്നു. ആ രോഗത്തിന്റെ അവസ്ഥയിൽ ഞാൻ പോകാത്ത ആശുപത്രികളില്ല, ഞാൻ പോകാത്ത പ്രാർത്ഥനാലയങ്ങളില്ല. ഇതിനൊന്നും എന്നെ വിടുവിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ എന്ന് ഈ ദൈവത്തിങ്കിലേക്ക് അടുത്ത് സുവിശേഷം കേട്ട് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ, അന്ന് എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയായി. പ്രിയരെ, എന്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധി എന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനിടയായി. ഇന്നൊരു പക്ഷേ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. പക്ഷെ ഞങ്ങൾ ഒരു ഉറപ്പ് തരുന്നു, കർത്താവായ യേശുവിൽ താങ്കൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടമാടുന്ന ഏത് പ്രതിസന്ധികൾക്കും അതിന് അല്പസമയം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലികമായി മാത്രമേ ആ വിഷയങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുവാൻ അല്ലെങ്കിൽ തുടരുവാൻ സാധിക്കത്തുള്ളൂ. തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. ഇന്നൊരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് നിങ്ങൾ എന്നെ പോലെ പലരിലും ആശ്രയിച്ചു വൈദ്യശാസ്ത്രങ്ങളിൽ രോഗത്തിന്റെ കാരണത്താൽ വൈദ്യശാസ്ത്രങ്ങളിൽ ആശ്രയിച്ച വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഒരുപക്ഷെ ഒരു മദ്യപാനിയായിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾ പല ഡി അഡിക്ഷൻ സെന്ററുകളിലും അല്ലെങ്കിൽ മറ്റ് പല കൗൺസിലിങ്ങുകൾക്കും വിധേയപ്പെടാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇന്നൊരു പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ പ്രിയ സഹോദര, നിങ്ങളെ വിടുവിക്കുവാൻ ഈ സുവിശേഷത്തിന് സാധിക്കും. നിങ്ങൾ എത്ര തികഞ്ഞ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഇന്ന് ഉച്ചയോടനുബന്ധിച്ച് ഈ സമയത്ത് ഞങ്ങൾ വളരെ ഉറപ്പോടെ
ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങളെ വിശ്വസിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെന്റെ ശബ്ദം കേട്ട് എന്നെ സ്വീകരിക്കുന്നു, ഞാൻ അവരുടെ കൂടെ ഒരുമിച്ച് അവരോടൊപ്പം വസിക്കുവാൻ, അല്ലെങ്കിൽ അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് തിരുവചനത്തിൽ പറയുന്നു. പ്രിയ സ്നേഹിത, താങ്കൾ ദൈവത്തിന്റെ ശബ്ദം ഈ സുവിശേഷത്തിലൂടെ താങ്കൾ കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. തിരുവചനം പ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ ജീവിച്ച ഒരു ഭൂതകാലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ കരുണ എന്നോളം ദൈവം ഇപ്രകാരം സുവിശേഷ സന്ദേശങ്ങളിലൂടെ പലരിലൂടെ സുവിശേഷം പങ്കുവെച്ച് നമ്മളെ ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആ സ്നേഹത്തിലേക്ക്, ആ നിത്യമായ സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ അടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, നിങ്ങൾ ഇന്ന് ഈ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ, ദൈവത്തോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾ പലരോടും ഇപ്രകാരം സുവിശേഷം പങ്കുവച്ചിട്ടുണ്ട്. പല നിരീശ്വരവാദികളോടും ദൈവമില്ലെന്ന് വാദിക്കുന്നവരോടും സുവിശേഷം പല നിമിഷങ്ങളിലും പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലരും ദൈവമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന തലത്തിൽ അവർ അതിനോട് സുവിശേഷത്തോട് പ്രതികരിക്കുമ്പോൾ, പ്രിയരെ, ഞങ്ങള് ഇന്ന് ഈ ദൈവത്തിന്റെ സുവിശേഷം ഇവിടെ വിളിച്ചറിയിക്കുന്നത് കേവലം അറിവിന്റെ വെളിച്ചത്തിലോ എന്തെങ്കിലും പുസ്തകം പഠിച്ചതിന്റെ വെളിച്ചത്തിലോ അല്ല. പ്രത്യേകാൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായി ഞങ്ങൾക്ക് നൽകിയ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ, ഇന്ന് നിങ്ങൾ സഹിക്കുന്ന ഏത് വിഷയങ്ങളാണെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ വിടുവിക്കുവാൻ ആരുമില്ലെന്ന്. എന്നാൽ പ്രിയ സ്നേഹിത, തങ്ങളോട് ഒരു സദ്വർത്തമാനം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുവാൻ പ്രാപ്തനായ ഒരു ദൈവം ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ ദൈവത്തെ അറിയിക്കുന്നതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നില്ല. സുവിശേഷം ഞങ്ങൾ പങ്കുവെക്കുന്നത് മതം മാറ്റുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസം വരുത്തുവാനോ ഒന്നുമല്ല. പ്രത്യേകം ഞങ്ങൾ ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒരു കുടുംബം തകർന്ന കുടുംബമാണെങ്കിൽ, ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ, മാറ്റമില്ലാത്ത പാപ സ്വഭാവത്തിന് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിൽ, പ്രിയരെ, നിങ്ങളെ വിടുവിക്കുവാൻ ഈ സുവിശേഷത്തിന് സാധിക്കും. മനുഷ്യരായ നമുക്ക് പല പരിമിതികളുമുള്ള സാഹചര്യത്തിൽ സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് ഇന്ന് നീ കടന്നു പോകുന്ന ഏത് അനുഭവമാണെങ്കിലും നിന്നെ വിടുവിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, പ്രിയ സ്നേഹിത, ആ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ സുവിശേഷ സന്ദേശം താങ്കൾ കേൾക്കുമ്പോൾ, ഇന്നൊരു നിമിഷം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഇടത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ദൈവമേ, ഞാനൊരു പാപിയാകുന്നു. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനവധി തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാനത് ദൈവനാമത്തിൽ അത് ക്ഷമ ചോദിക്കുന്നു. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ഈ കർത്താവ് താങ്കളുടെ പാപത്തെ താങ്കളോട് ക്ഷമിക്കും. തിരുവചനം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കഠിൻ ചുമപ്പായിരുന്നാലും, രക്താംബരം പോലെയായിരുന്നാലും, ഹിമം പോലെ ഞാൻ അതിനെ വെളുപ്പിക്കുമെന്ന്. നമുക്കറിയാം, പല വ്യക്തികളും കൊലപാതകവും അങ്ങനെയൊക്കെയുള്ള അനവധി വിഷയങ്ങളിൽ അകപ്പെട്ട് അവർ ജയിലിൽ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പലരും ഈ സുവിശേഷം കേട്ട് അവിടെ വെച്ച് ദൈവത്തോട് ക്ഷമയാചിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ പിന്നേറ്റതിൽ അവർ ഈ സുവിശേഷം പങ്കുവെക്കുന്നവരായി
അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി ദൈവം അവരെ മാറ്റിയിട്ടുണ്ട്. പ്രിയരെ, ഈ സുവിശേഷത്തിന് വ്യക്തികളുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങളെ, പരിവർത്തനങ്ങളെ വരുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ എന്ത് വിഷയവുമായിക്കൊള്ളട്ടെ, രോഗമാകട്ടെ, കടമാകട്ടെ, അല്ലെങ്കിൽ വിട്ടുമാറാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങളാകട്ടെ, എന്നുമ്പേ പറഞ്ഞ പോലെ മദ്യപാനമോ അല്ലെങ്കിൽ എന്ത് അവസ്ഥകളിലൂടെ താങ്കൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയാകട്ടെ, ഇന്ന് ഞങ്ങൾ അറിയിച്ച വചനം പോലെ ഈ കർത്താവായ യേശുവിൽ താങ്കൾ വിശ്വസിക്കുവാൻ തയ്യാറാണോ? താങ്കളും താങ്കളുടെ കുടുംബവും വിശ്വസിക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ താങ്കൾ കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. ഇന്നൊരു നിമിഷമായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? കഴിഞ്ഞ മുൻകാലങ്ങളിൽ സംഭവിച്ച ലംഘനങ്ങളെ താങ്കൾ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു പുതുക്കത്തിനായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഈ നിമിഷം മുതൽ പരിവർത്തനത്തെ, മറ്റാർക്കും വരുത്തുവാൻ സാധിക്കാത്ത രൂപാന്തരത്തെ ദൈവം താങ്കളുടെ ജീവിതത്തിലേക്കും താങ്കൾ കടന്നു പോകുന്ന വിഷയങ്ങളെല്ലാം പരിഹരിച്ച് താങ്കൾക്കൊരു സമാധാനപരമായ, സന്തോഷകരമായ അനുഭവങ്ങളിലൂടെ താങ്കളെ നടത്തുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഈ ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. താങ്കളുടെ ജീവിതത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റുമായും ആത്മീയ സന്ദേശവും അറിയിച്ച പ്രിയ കർത്തഭൃത്യനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ മാറ്റമില്ലാത്ത സുവിശേഷത്തിന്റെ നിത്യസാക്ഷിയാകുവാൻ എന്നെയും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പുനലൂർ ചെമ്മന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ വാപ്പ ഷംസുദ്ദീൻ, ഉമ്മ ഉമൈബ ബീവി, അവരുടെ 3 മക്കളിൽ രണ്ടാമത്തവനായി ജനിച്ചു. ഇസ്ലാം മത വിശ്വാസപ്രകാരം സക്കാത്തും നൊയമ്പും നമസ്കാരവും ഒക്കെ അനുഷ്ഠിച്ച് ഒരു മുസൽമാനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുന്ന ഞാൻ. പേര് ശിഹാബുദ്ദീൻ എന്നാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിരാശകളും ഭാരങ്ങളും ദുഃഖങ്ങളും ഭയങ്ങളും ഒക്കെ എന്നെ അടക്കി വാഴിയപ്പോൾ ജീവിക്കുന്ന എന്തെന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ജനിച്ച ആ ദിവസത്തെ പോലും ശപിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന ആഗ്രഹത്തിൽ സൗദി അറേബ്യയുടെ പ്രദേശത്ത് വെച്ച് താമസിച്ചിരുന്ന റൂമിനകത്ത് ആത്മഹത്യ ചെയ്യാം എന്ന് ചിന്തിച്ചിരുന്ന എന്നെ തേടി ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഞാനായിരുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന് എന്റെ കാതുകളിൽ സംസാരിപ്പാൻ ഇടയായി തീർന്നതാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ദൈവത്തിന്റെ സനാതന സുവിശേഷവുമായി ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷിയായി നിൽക്കുവാനിടയായി തീർന്നത്. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് ശക്തമായി അസന്നിഗ്ധമായി നമ്മോട് വിളിച്ചറിയിക്കുന്നു. 24 വയസ്സുവരെ ഒരു മുസൽമാനായി ജീവിച്ചിരുന്ന ശിഹാബുദ്ദീൻ ചിന്തിച്ചിരുന്നത് എന്റെ കർമ്മഫലങ്ങൾ കൊണ്ട് എനിക്ക് പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യമരണത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും എന്നായിരുന്നു എന്റെ മൂഢ ചിന്താഗതി. അതുകൊണ്ട് കർമ്മമാർഗങ്ങൾ പലതും ചെയ്തു, ദാനധർമ്മങ്ങൾ നടത്തി, പുണ്യപ്രവർത്തികൾ അവലംബിച്ചു. ഒടുവിൽ എനിക്ക് മനസ്സിലായി, എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ
എന്റെ കർമ്മമാർഗങ്ങളൊന്നും പര്യാപ്തമായ കാര്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവകൽപ്പനയായ വിശുദ്ധ ജലസ്നാനം സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവമായ കർത്താവിനെ സഹായിപ്പാൻ ഇടയായി തീർന്നു. ഇത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തീയ സമുദായത്തിന്റെ ദൈവമാണ് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. അല്ല പ്രിയമുള്ളവരെ, ഞങ്ങൾ വിളിച്ചു പറയട്ടെ, വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു ക്രിസ്തീയ സമുദായത്തിന്റെ മാത്രം ദൈവമല്ല. മുസൽമാന്റെയും ഹിന്ദുവിന്റെയും സിഖുകാരന്റെയും പാർസിയുടെയും യഹൂദന്റെയും യവനന്റെയും അങ്ങനെ സകല മാനവരാശിയുടെയും ദൈവമാണ് യേശു ക്രിസ്തു എന്ന ലോക രക്ഷിതാവ് എന്ന് വ്യക്തമായി വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു. അതുകൊണ്ടാണ് ശിഹാബുദ്ദീൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷ സന്ദേശം ഇങ്ങനെ വിളിച്ചറിയിക്കാൻ കടന്നു വന്നത്. ജില്ലയുടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കടന്നു ചെന്ന് അനേക ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിത്യരക്ഷയെ വിളിച്ചറിയിപ്പാനും ദൈവമായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. വിശ്വസ്തനെന്നെ ദൈവത്തിന്റെ വേല എന്നെ ഫലമേൽപ്പിപ്പാൻ ഇടയായി തീർന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, പ്രിയ സഹോദര സഹോദരി, മാതാവ്, പിതാവേ, ഈ പകൽക്കാലം മാറ്റമില്ലാത്ത നിത്യരക്ഷയെ കുറിച്ചുള്ള ദിവ്യ സന്ദേശം താങ്കളുടെ കർണപുടങ്ങളിൽ വന്നു വീഴുമ്പോൾ ഈ രക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് യേശുവെന്ന രക്ഷിതാവിനെ പിറകോട്ട് തള്ളിക്കൊണ്ട് നാശത്തിലേക്ക് ഓടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളായി പോകരുത് എന്ന് ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. യേശുവിനെ സ്വീകരിക്കാത്ത, യേശുവിന്റെ രക്ഷ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും ദൈവവേദനായി മാറുവാൻ കഴിയുകയില്ല. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തോട് ചേർന്ന് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, രക്ഷിക്കപ്പെടുവാൻ, ദൈവപൈതലായി മാറുവാൻ ഒരു ക്വാളിറ്റി ആവശ്യമാണ്. എന്താണ് ആ ക്വാളിറ്റി? അതാണ് വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞത്, അവനെ കൈക്കൊള്ളുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. അവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. അവിടെ മുസൽമാനില്ല, ഹിന്ദുവില്ല, ക്രിസ്ത്യാനിയില്ല, പാരമ്പര്യ ക്രിസ്ത്യാനികളില്ല. ഏത് മനുഷ്യനും യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം ദാനമായി വെച്ചു നീട്ടുകയാണ്. ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട്, രക്ഷയ്ക്ക് വേണ്ടി അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവവും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് അടിവരയിട്ട് നമ്മോട് വിളിച്ചു പറയുമ്പോൾ, ഞങ്ങൾക്ക് ഈ രക്ഷ വേണ്ട എന്ന് പറഞ്ഞ് നാശത്തിലേക്ക് നിങ്ങൾ ഓടരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ആരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്? യേശുവിനെ അനുഗമിച്ച യേശുവിന്റെ ശിഷ്യന്മാരെ നോക്കി അന്തോക്യയിലുള്ള ക്രിസ്തീയ യഹൂദ സമൂഹം വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി ആവണമെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. അനുഗമിക്കുക എന്ന് വെച്ചാൽ യേശു നമുക്ക് നൽകിയ പ്രമാണം അനുസരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. എന്താണ് അതിലേറ്റവും പ്രാധാന്യമായിട്ടുള്ളത്? യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വ്യക്തമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയാണ് ജലസ്നാനം സ്വീകരിക്കുക എന്നുള്ളത്. നോക്കിയേ, മത്തായി സുവിശേഷം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, യേശു ക്രിസ്തു യോഹന്നാന്റെ അരികിലേക്ക്, യോർദാൻ നദിയിലേക്ക് അടുത്തു വന്നു. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അരികിലേക്ക് വന്നു. യേശു ക്രിസ്തുവിന് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം യേശു ദൈവമായിരുന്നു. ആ യോഹന്നാന്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന യേശു യോഹന്നാനോട് ആവശ്യപ്പെട്ടു സ്നാനപ്പെടുത്താൻ. പക്ഷേ സ്നാപകനായ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വിസമ്മതിച്ചപ്പോൾ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു,
ഇപ്പോൾ സമ്മതിക്കുക. ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകേണ്ടതിന് തന്നെ. എന്തിനാണ് ദൈവം അത് പറഞ്ഞതെന്നറിയാമോ? നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ദൈവം നമുക്ക് ആ യോർദാൻ നദിയിൽ, കലങ്ങി മറിയുന്ന യോർദാൻ നദിയിൽ യേശു എന്ന ലോകരക്ഷിതാവ് ഇറങ്ങി വന്ന് ജലത്തിൽ നിമഞ്ജന സ്നാനം ചെയ്ത് കാണിച്ചു തന്നത് നാം അവനെ അനുഗമിക്കുവാൻ വേണ്ടിയായിരുന്നു. നാം അത് ഏറ്റെടുത്ത് അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയായിരുന്നു യേശു ക്രിസ്തു നമുക്ക് സ്നാനം കാണിച്ചു തന്നത്. അല്ലാതെ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. നാം കർത്താവിനെ സ്വീകരിക്കുകയും ആ ദൈവം കാണിച്ചു നൽകിയ സ്നാനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു. വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം ഈ ശിഹാബുദ്ദീനെ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. പാരമ്പര്യ വിശ്വാസിയെ കൊണ്ടുവന്നല്ല, യേശു എന്ന രക്ഷിതാവ് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷം ഇന്നിവിടെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4ാം വേദക്കാരനായിരുന്ന ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട 2 പ്രാവശ്യം മക്കയിൽ പോയി ഉംറ ചെയ്ത ശിഹാബുദ്ദീനെ കൊണ്ട് മാറ്റമില്ലാത്ത നിത്യരക്ഷ സ്വർഗത്തിലെ ദൈവം വിളിച്ചറിയിക്കുന്നുവെങ്കിൽ ആ ദൈവം ആഗ്രഹിക്കുന്നു സകല മനുഷ്യരും രക്ഷിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. അവിടെ നമുക്ക് പാരമ്പര്യം പ്രസ്താവിക്കാൻ കഴിയത്തില്ല. പാരമ്പര്യം അനുഷ്ഠിച്ചതുകൊണ്ട് നാം ക്രിസ്തുവിന്റെ അനുയായികളായി മാറുകയില്ല. പാരമ്പര്യം പിടിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ നിത്യ ശിക്ഷാവിധിക്ക് നാം യോഗ്യരായി മാറുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നാം എടുത്ത് വായിക്കുമ്പോൾ വ്യക്തമായി അവിടെ പറയുന്നു, യേശുവിനെ രക്ഷിതാവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പ്രസ്താവിക്കുക. അതിൻ പ്രകാരം നാം ജീവിച്ചില്ല എങ്കിൽ, യേശുവിനെ രക്ഷിതാവും ദൈവമായി നാം സ്വീകരിച്ചില്ല എങ്കിൽ, യേശു നമുക്ക് കാണിച്ചു നൽകിയ മാതൃകാ സ്നാനം നാം ഏറ്റെടുത്തില്ല എങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചില്ല എങ്കിൽ, ആ കർത്താവ് തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവസഭയോടൊപ്പം എടുക്കപ്പെടാൻ കഴിയുകയില്ല. നാം കൈവിടപ്പെട്ടു പോകുമെന്ന് ഈ പകൽക്കാലവും ഈ ഉച്ചയോടടുക്കുന്ന സമയം ഇവിടെ നിന്ന് ശിഹാബുദ്ദീൻ വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശനിവാസികളോട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ആരും ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയത്തില്ല. ദൈവത്തോടൊപ്പം നമുക്ക് വസിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നാം ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. ക്രിസ്തുവിനെ നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അധരം കൊണ്ട് അത് ഏറ്റുപറയണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു. അത് ഏറ്റുപറയാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ പാരമ്പര്യ വിശ്വാസിയായിരിക്കാം. മത്തായിയെന്നോ മർക്കോസെന്നോ ലൂക്കോസെന്നോ യോഹന്നാന്നോ ഒരുപക്ഷെ താങ്കൾക്ക് പേരുണ്ടായിരിക്കാം. ലോക മനുഷ്യന്റെ മുമ്പിൽ താങ്കളുടെ പേര് കേട്ടിട്ട് ഒരുപക്ഷെ താങ്കൾ ക്രിസ്ത്യാനിയാണെന്ന് ലോക മനുഷ്യൻ ഒരുപക്ഷെ അംഗീകരിച്ചെന്നിരിക്കാം. പക്ഷേ ദൈവം അംഗീകരിക്കണമെങ്കിൽ, ദൈവവേദനായി മാറണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ശിഹാബുദ്ദീൻ ഈ ഉച്ച സമയം ഇവിടെ നിന്ന് ദേശനിവാസികളോട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് പറയുന്നതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. അവനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. ദൈവം നമുക്ക് മാതൃക കാണിച്ചു നൽകിയിരിക്കുന്നു. എങ്ങനെ സ്നാനപ്പെടണം? അല്പം ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് തലയിൽ തളിച്ചത് കൊണ്ട് സ്നാനമാകുകയില്ല. എങ്ങനെയാണ് ഒരു വ്യക്തി സ്നാനപ്പെടുക? സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുളിക്കുക എന്നുള്ളതാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ മലയാള പരിഭാഷ കുളിക്കുക. അപ്പോൾ കുളിക്കണമെങ്കിൽ ഒരു ഗ്ലാസ്സിലെ വെള്ളം പോരാ. സ്നാനപ്പെടണമെങ്കിൽ അല്പം വെള്ളം നമ്മുടെ തലയിൽ തളിച്ചാൽ പോരാ. വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവ് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ വ്യക്തമായി കാണിച്ചു. യോർദാൻ നദിയിൽ യോഹന്നാന്റെ കരങ്ങൾക്ക് കീഴെ ആ വെള്ളത്തിൽ താണു മുങ്ങി കർത്താവ് സ്നാനപ്പെട്ട് കയറിയപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവരൂപേണ അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പ്രസ്താവിക്കുന്നു. ശേഷം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ഏറ്റ സ്നാനം ദൈവത്തിന് പ്രസാദകരമായ സ്നാനമാണോ എന്ന് ഈ പകൽക്കാലം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് കാണിച്ചു തന്ന മാതൃകയല്ലാത്ത ഒരു സ്നാനവും ദൈവം സ്വീകരിക്കുകയില്ല. അയ്യോ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി
മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയുന്നതേ ഇല്ല എന്ന് പറയും. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് ശക്തമായി അടിവരയിട്ടുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുനലൂർ പട്ടണത്തിൽ നിന്ന് ഒരു പാരമ്പര്യ മുസ്ലിമായിരുന്ന ശിഹാബുദ്ദീൻ ഈ പത്തനംതിട്ടയുടെ ദേശത്ത് കടന്നു വന്ന് മാറ്റമില്ലാത്ത നിത്യരക്ഷയെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്നുവെങ്കിൽ പിന്നിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള നഗ്നമായ സത്യം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നത്. ഈ നിത്യരക്ഷ ഏറ്റെടുക്കുവാൻ താങ്കൾക്ക് കഴിയില്ല എങ്കിൽ നിത്യശിക്ഷാവിധിക്ക് താങ്കൾ യോഗ്യനായി മാറുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ടുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു പറയുമ്പോൾ ആ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. ഇത് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണെന്നുള്ള നഗ്നസത്യം താങ്കൾ അനുസരിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് ദൈവം മാതൃകയെ കാണിച്ച വിശുദ്ധ സ്നാനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് താങ്കൾ വേർപാട് വിശുദ്ധിയും പാലിച്ച് ജീവിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ മാറാട്ടി സഭയെ ചേർക്കാൻ കർത്താവ് ആകാശം മേഘങ്ങളിൽ വരുമ്പോൾ താങ്കൾക്ക് എടുക്കപ്പെടാൻ കഴിയുകയില്ല എന്ന് ഈ പകൽക്കാലം ശക്തമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. പാരമ്പര്യം പറഞ്ഞാൽ നമുക്ക് രക്ഷ കിട്ടുകയില്ല. നമ്മുടെ കയ്യിലെ സമ്പത്ത് മുടക്കിയാൽ രക്ഷ കിട്ടുകയില്ല. വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതനാണെന്ന് പറഞ്ഞാൽ രക്ഷ കിട്ടത്തില്ല. ലോകത്തിലെ ഏത് അധികാരവും നമ്മുടെ കരങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ രക്ഷ ലഭിക്കുകയില്ല. രക്ഷയ്ക്ക് യാതൊരു പൈസയും നിങ്ങൾ ചിലവാക്കേണ്ടതില്ല. രക്ഷ സൗജന്യമായി യേശു എന്ന രക്ഷിതാവ് സകല മനുഷ്യർക്കും വെച്ച് നീട്ടുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ശിഹാബുദ്ദീനെ കൊണ്ട് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷ സന്ദേശം ഇങ്ങനെ വിളിച്ചറിയിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു ഈ ദേശത്ത് നിന്ന് ആത്മാക്കൾ വിടുവിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ നിത്യശിക്ഷാവിധിക്ക് അകപ്പെട്ടു പോകുമെന്ന് അവയെ വ്യക്തമായി പരിശുദ്ധാത്മാവിന് അറിയാം. അതുകൊണ്ടാണ് ഈ ദേശത്തോടും മാറ്റമില്ലാത്ത നിത്യ സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ ഇവിടെ കൂട്ടിവരുത്തിയത്. എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് രക്ഷ വേണ്ട എന്ന് ഇനി താങ്കൾക്ക് പറയാൻ കഴിയുമോ? ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ ചിന്തിച്ചാൽ താങ്കളുടെ അവസാനം എന്തായി തീരുമെന്ന് ഇപ്പോൾ താങ്കൾ തീരുമാനിച്ചുകൊള്ളുക. ഒരു മനുഷ്യന്റെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല അവന്റെ ജീവിതം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള വ്യക്തമായ സത്യം വിശുദ്ധ വേദപുസ്തകം നമ്മോട് വിളിച്ചു പറയുന്നു. ഈ മരണത്തിനപ്പുറം നമ്മുടെ ഒരു ശക്തിയും ഒരു അധികാരവും നമ്മുടെ ഒരു സമ്പത്തും ഇവിടെ നാം കൂട്ടിപ്പിടിച്ചതും വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും നേടിയെടുത്തതൊന്നും നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവിടെ നമ്മെ രക്ഷിക്കാൻ വരുന്നത് ഒരേ ഒരുവൻ മാത്രം, ലോകരക്ഷിതാവായ യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുവിനെ ഇപ്പോൾ തന്നെ താങ്കൾ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചാട്ടെ. താങ്കളോട് ദൈവത്തിന്റെ വചനം കാണിച്ചു തന്നതുപോലെ മാതൃക സ്നാനം സ്വീകരിച്ച് ദൈവവൈതലായി മാറുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുമെങ്കിൽ, താങ്കൾ ഏതെങ്കിലും വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ജോലിയില്ലാതെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, കടഭാരത്തിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചാട്ടെ. ഇവിടെ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. നിത്യസുവിശേഷമായ അവൻ യേശുവിനെയാണ് ഞാൻ നിങ്ങളിവിടെ വിളിച്ചു പറയുന്നത്. യേശുവിൽ വിശ്വസിക്കുക. ഇവിടെ വേണ്ടത് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇവിടെയും നമ്മെ ആദരിക്കും, അവിടെയും നമ്മെ ആദരിപ്പാനിടയായി തീരും. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഒന്നും നൽകിയില്ലെങ്കിലും, ഇവിടെ ഒന്നും ലഭിച്ചില്ലെങ്കിലും യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പോവുകയല്ല. യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യരക്ഷയ്ക്ക് അവകാശികളായി മാറുവാൻ ദേശനിവാസികളോട് ശിഹാബുദ്ദീൻ വിളിച്ചു പറയുന്നു. മറ്റൊരു മണ്ണിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ഞങ്ങൾ വ്യക്തവും ശക്തവുമായി അടിവരയിട്ടുകൊണ്ട് അസന്നിഗ്ധമായി ദേശനിവാസികളെ വിളിച്ചറിയിക്കുന്നു. മറ്റൊരു മണ്ണിലും രക്ഷയില്ല. ഏറ്റെടുക്കാൻ കഴിയുമോ? താങ്കളെ രക്ഷിപ്പാൻ യേശു എന്ന രക്ഷിതാവ് ആഗ്രഹിക്കുന്നു. താങ്കളെ ആശ്വസിപ്പിക്കുവാൻ യേശു എന്ന രക്ഷിതാവ് ആഗ്രഹിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ യേശു എന്ന രക്ഷിതാവ് ആഗ്രഹിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ
ഒരവസരം ആ യേശുവിന് താങ്കൾക്ക് കൊടുക്കാമോ? താങ്കളെ രക്ഷിക്കാൻ കഴിയുന്ന ആ ലോക രക്ഷിതാവ് ഇന്ന് ഞങ്ങളുടെ മധ്യേ വന്നിട്ടുണ്ട്. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവൻ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം പറഞ്ഞ സ്വർഗീയ പിതാവ് ഇന്ന് ഞങ്ങളുടെ മധ്യേ ഉണ്ട്. ആ ക്രിസ്തുവിനെ ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പറഞ്ഞു തരുന്ന വചനം ഏറ്റെടുത്ത് പറയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ആ വചനത്തിൽ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിത്യരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവത്തോടൊപ്പം എടുക്കപ്പെടുവാൻ ഇടയായി തീരും. അല്ല എങ്കിൽ നാം നിത്യശിക്ഷാവിധിക്ക് യോഗ്യരായി മാറും എന്ന് വ്യക്തമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരണത്തിൽ പിന്മാറട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കേൾപ്പിച്ച വചനം 30, 60, 100 മേനിയായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിളയുവാൻ, അത് ഫലം കായ്ക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ദേശത്ത് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ വചനം കേട്ട, സുവിശേഷ സന്ദേശം കേട്ട, ദൈവത്തിന്റെ സാക്ഷ്യം കേട്ട ഈ ജനത്തോട് ദൈവത്തിന് കരുണ തോന്നണമേ. അങ്ങേ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച്, കർത്താവെ അവിടുന്ന് കാണിച്ച അമ്മേ മാതൃക സ്നാനം സ്വീകരിച്ച്, അങ്ങയുടെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയും വേർപാടോടും കൂടി ജീവിച്ച് കർത്താവിന്റെ വരവിൽ ദൈവസഭയായി എടുക്കപ്പെടുവാൻ ആമേൻ ഈ ജനത്തെ ദൈവം സഹായിക്കണമേ. അങ്ങയുടെ പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്നു. ദൈവമേ, എനിക്ക് മുന്നുമയുടെ ശുശ്രൂഷ കർത്തദാസനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ, ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയ്ക്കുള്ളിൽ പ്രതിയണം, തിരുനാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. ദേശമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കേട്ടിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ആർക്കെങ്കിലും ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അരികിലേക്ക് അടുത്തു വരാം. ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരുപക്ഷെ ജോലിയില്ലാതെ ആയിരിക്കാം, ഒരുപക്ഷെ കടഭാരത്തിലായിരിക്കാം, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, തലമുറയുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലി, ഭാവിയെ ചൊല്ലി ഒരുപക്ഷെ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ യേശുവിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, ആ യേശുവിൽ നിങ്ങൾക്ക് മറുപടിയുണ്ട്. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. പ്രാർത്ഥന ആവശ്യമുള്ളവർ കടന്നു വന്നാട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.